ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഇന്നല്ല കേട്ടോ, ഇന്നലെ എന്ന് വെച്ചാൽ ജൂൺ 1-ാം തീയതി നിങ്ങളുടെ അടുത്തൊരു കാര്യം പങ്കുവെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്. ഇവിടെ നിന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്നിട്ട് ആണ് നിങ്ങളോട് ഞാൻ ആ ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിളി വന്നാൽ മാത്രമേ ഏതൊരു വ്യക്തിക്കും പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലത്തോടുകൂടെ അനുഭവിച്ചു കേട്ടോ. കാരണം ഗുരുവായൂരപ്പൻ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം എനിക്ക് വീട്ടിലുണ്ടായി. മറ്റൊന്നുമല്ല, പീരീഡ്സിൻ്റെ സമയമാണ്. അത് ഇന്നലെ തുടങ്ങിയതാണ്. അപ്പം ഞാൻ മുൻകൂട്ടി ഇതിന് ഗുളികയൊക്കെ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡേറ്റൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഡേറ്റിന് വരില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ എക്സ്ട്രാ അതിന് വേണ്ടിയിട്ട് പീരീഡ്സ് നീട്ടാൻ വേണ്ടിയിട്ട് ഗുളികയും കാര്യങ്ങളൊന്നും കുടിക്കാൻ നിന്നില്ല. അപ്പോൾ ഏതായാലും ഒരു കടപ്പാടിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ, എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നും പറയുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളൊരു മാധുര്യത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടുന്ന് പറയാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടുന്ന് പറയാൻ എനിക്ക് പറ്റൂലാലോ, പക്ഷേ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൂടി പങ്കുവെക്കണ്ടേ. എന്തായാലും ഗുരുവായൂരപ്പന നടയിലേക്ക് പീരീഡ്സ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടാവും ഗുരുവായൂരപ്പന് അവിടെ വരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അത് ഒരാൾക്കും പറയാൻ പറ്റൂല. സ്ത്രീകൾക്ക് ഇത് മാസം മുറയായിട്ട് എല്ലാ മാസവും പോകുന്നതാണ്. അതിപ്പോൾ തടുക്കാൻ ദൈവങ്ങൾക്ക് പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പീരീഡ്സ് അവരെന്തെങ്കിലും പ്രഗ്നൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആയി വരണം. ആയി വന്നാലോ ഇത്ര 6 മന്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോകാൻ പാടില്ല എന്നുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക, എല്ലാവർക്കും വന്ന് പോകുന്നൊരു സംഭവമാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ ഭക്തിയല്ല, കപടഭക്തിയാണെങ്കിൽ എനിക്കിതൊന്നും അറിയിക്കാതെ എനിക്ക് ഗുരുവായൂർ പോവാം. ഞാനത് ചെയ്യില്ല. അവിടെയാണ് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നത്. കാരണം എനിക്ക് ഇന്നലെയാണ് പീരീഡ്സ് തുടങ്ങിയത്. ഇന്നലെ ആയിരുന്നു ആ സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ പെട്ടെന്ന് പുലർച്ചെ തന്നെ പീരീഡ്സ് ആയപ്പോൾ ഞാൻ പറഞ്ഞു പോവണ്ട, നമ്മൾ പീരീഡ്സ് ആയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മൾ കയറൂല. അമ്പലത്തിന് റോഡുമേൽ നിന്നിട്ടേ ഇനിയിപ്പം എന്തൊരു വീഡിയോ ആണെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. അതും എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അവിടം വരെ പോയി ആ വീഡിയോ ഒന്ന് എടുക്കുക എന്നൊക്കെ പറയാൻ അതിനോട് എനിക്ക് യോജിപ്പില്ല. ശുദ്ധി, നമ്മളൊരാളെ കാണുമ്പം ചിലപ്പോൾ ശുദ്ധിയായിട്ട് തോന്നും. ആ ആളുടെ ഉള്ളു ശുദ്ധി അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് പണി തരിക. അതും അറിയാമല്ലോ. ഇപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ കമൻ്റ് ഇടാൻ വരും, ഗുരുവായൂരപ്പൻ ഇഷ്ടമല്ലാഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാത്ത. അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും ഗുരുവായൂരപ്പൻ തന്നൊരു സമ്മാനത്തെക്കുറിച്ച് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിലല്ലാതെ പറയാൻ ഒരു വിഷമം. അപ്പം ആ ഒരു വിഷമം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളോട് പറയാമെന്ന് കരുതി. അതായത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും നടത്താൻ പറ്റും. ലോൺ എടുത്തിട്ട് നടത്താൻ പറ്റും, വീടും സ്ഥലവും കുറച്ച് വിൽപ്പന നടത്തിയിട്ട് പറ്റും. അങ്ങനെ കുറേ നമുക്ക് വീടെടുക്കാനുള്ള ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. ഇപ്പം വീടിൻ്റെ ഓരോരോ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ പകുതി പൈസ നമ്മൾ കൊടുത്താൽ ബാക്കി EMI ആയിട്ടൊക്കെ ചെയ്തു തരാനൊക്കെ ഉള്ള ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അപ്പം ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പ, അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞ ശൈലിയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഗുരുവായൂരപ്പ, ഇതൊക്കെ പറയാനുണ്ടായൊരു സാഹചര്യവും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് എനിക്ക് ഹെവി എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഹെവി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചിലവുകളും വഹിച്ചത് എൻ്റെ ബാപ്പയാണ്. ബാപ്പാക്ക് അതിനേക്കാട്ടും വലിയ ആഗ്രഹം ഞാൻ ഹെവി എടുക്കണം എന്നുള്ളത്. അങ്ങനെ ബാപ്പ ഹെവി എടുപ്പിച്ചു.
പൈസയൊക്കെ കൊടുത്തു. അപ്പോൾ ആ ഹെവി ബസ്സിലിങ്ങോട്ട് കയറിയിട്ട് സ്റ്റിയറിങ് 2 തിരിക്കൽ. ഏത് മണിക്കുട്ടി മന്ന് മനസ്സു നുള്ളി എന്ന് പറഞ്ഞ ആ പാട്ടില്ലേ, ആ പാട്ടിനെ പോലെ 2 തിരിക്കാൻ ഞാൻ അങ്ങ് തിരിച്ചതും ഇവിടുന്ന് എന്തോ ഒരു പടപടപടയായിരുന്നു, ഇവിടുന്ന് എന്തോ ഒരു പടപടപടയായിരുന്നു. കൈ 2 ഭാഗവും ഉളുക്കിയതാണോ എന്തോ പൊട്ടിയതാണോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കൈ ഇങ്ങനെ പൊക്കാനോ താഴ്ത്താനോ പറ്റാത്തൊരവസ്ഥ. കുറച്ചങ്ങോട്ടെത്തിയേക്കുമ്പോൾ കൈപ്പടയാണോ വേദന, നെഞ്ചത്തുനിന്നാണോ വേദന, തലേന്നാണോ വേദന, എവിടുന്നില്ലാത്ത വേദന. അപ്പം ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വാപ്പാനോട് ഞാൻ പറഞ്ഞു, അല്ലേ വാപ്പാനോട് അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. പൊതുവേ അങ്ങനെയാണ് വാപ്പയും ഞാനൊക്കെ ഇങ്ങനെ സംസാര കുറവുള്ളവരാ. ഇപ്പം പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഥകളൊക്കെ പറയും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന തൽക്കാലത്തേക്ക് നമുക്കത് നിർത്തിവെക്കാം. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ വാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം ഞങ്ങളെ എങ്ങനെയാണ് പോറ്റി വളർത്തിയത് എന്നുള്ളത് ഇന്നൊരു ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായിന്ന്. കാരണം ഞാൻ ഓടിച്ച ബസ്സിൻ്റെ സ്റ്റിയറിങ് ഭയങ്കര പ്ലേ ആയിരുന്നു. അപ്പോൾ ഈ പ്ലേ ആയിട്ട് ഇതിങ്ങനെ എന്താ പറയുക, കറക്കി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേക്ക് ഇവിടെ നിന്നൊക്കെ ഒരു പൊട്ടല ഈ 2 സൈഡിലും. അപ്പോൾ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ പവർ സ്റ്റിയറിങ്ങുള്ള എത്രയോ വണ്ടി ഇട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നത്തെ ഒന്നും അങ്ങനെ അല്ല, ഭയങ്കര പ്ലേ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അന്ന് ആ ഒരു മൊമെൻ്റ് തൊട്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരാഗ്രഹമായിരുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം അതെനിക്ക് ചെയ്തു കൊടുക്കണം. അവരുടെ സ്വപ്നം എന്താണോ ആ ഒരു സ്വപ്നം എനിക്ക് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ള വാശിയായി പിന്നീട് അങ്ങോട്ട്. അപ്പോഴാണ് ഉമ്മ പല പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കുണ്ട്. ബാപ്പാൻ്റെ കൂടെ കല്യാണം കഴിച്ച് വന്നിട്ട് ചോരുന്ന പുരയില, ഓലമേഞ്ഞ പുരയിലായിരുന്നു പോലും അവരെ ഉമ്മാനെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം എന്നിട്ട് രാത്രി മഴ പെയ്യുന്ന സമയത്ത് ഈ ചുറ്റിലും പായി വിരിച്ചിട്ടാണ് കിടക്കുക. ഈ ചുറ്റിലും ഈ ഓരോരോ പാത്രങ്ങൾ വെക്കുകയായിരുന്നു പോലും, മഴവെള്ളം ചോരുന്നത് പാത്രത്തിലേക്കാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്രമേൽ കഷ്ടപ്പെട്ടതാണ് എൻ്റെ ഫാമിലി. പിന്നെ പിന്നെ വാപ്പ അത് ഓടിട്ട് പിന്നെ അത് കുറച്ച് മുമ്പോട്ടേക്ക് ഒരു വാർപ്പൊക്കെ ആക്കി, ഞങ്ങളുടെ വിവാഹം വരുമ്പോഴേക്കും ഒരു 2 റൂം വാർപ്പൊക്കെ ആക്കി എടുത്തതാണ്. അപ്പോൾ ഈ പറഞ്ഞത് പോണം, വാപ്പാൻ്റെ ഉമ്മാൻ്റെയും ഒരു സ്വപ്നമായിരുന്നു, എൻ്റെ ഉമ്മാൻ്റെയും ഒരു സ്വപ്നമായിരുന്നു ഒരു ചോർന്നൊലിക്കാത്ത നല്ലൊരു വീട് എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഞാൻ അത് ഫോക്കസ് ചെയ്യൽ തുടങ്ങി. എനിക്ക് അവർക്ക് ആ ഒരു വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ആഗ്രഹം മനസ്സിൽ വന്നു. അപ്പം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല, എൻ്റെ കണ്ണനില്ലാതെ എനിക്ക് പറ്റത്തില്ല ഗായ്സ്. അപ്പോൾ കണ്ണനോട് ഞാൻ ചോദിച്ചു, കണ്ണാ നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചു. കണ്ണൻ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വീട് പണി തുടങ്ങുന്നത്. കണ്ണൻ്റെ ഓർഡർ എനിക്ക് ഒരുപാട് കിട്ടി. ആ ഓർഡർ കിട്ടിയ പൈസയിൽ നിന്ന് അല്ലാതെ ഒരു പൈസയും ഞാൻ സഹായിച്ചിട്ട്, പിന്നെ വാപ്പ കുറച്ച് പൈസ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അത് വാപ്പയുടെ കടമ എന്നുള്ള രീതിയിൽ വാപ്പ എടുത്തതാണ്. ഒറ്റയ്ക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ട എന്നുള്ള രീതിയിൽ വാപ്പയുടെ കടമയായിട്ട് ചെയ്തതാണ്. പക്ഷെ അതും എനിക്ക് തന്നെ വീട്ടിൽ കൊടുക്കണമെന്ന് വലിയൊരാഗ്രഹമുണ്ട്. അതും കണ്ണൻ സാധിപ്പിച്ച് തരും എന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ എനിക്ക് കണ്ണൻ ഓർഡർ തന്ന് ഞാൻ കണ്ണൻ തന്ന വരുമാനത്തിൽ ഒരു വീട് വെച്ച് ആ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ താമസിച്ച് തുടങ്ങി ഇന്നലത്തേക്ക് 1 വർഷം തികഞ്ഞു. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഉമ്മഞ്ഞോട് ചോദിച്ച് നമുക്ക് പായസമൊക്കെ വെച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. എനിക്കിവിടെ തീരും വയ്യ, ഞാൻ പറഞ്ഞില്ല പീരീഡ്സ് ആണ്, നല്ല ബ്ലീഡിങ് ആണ്, എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്കിങ്ങനെ വയ്യാതിരിക്കുകയാണ് ഉമ്മ, നമുക്ക് ആഘോഷിക്കായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ അവിടെ പോയി ആഘോഷിക്കും. അപ്പോൾ 1 വർഷമായി എൻ്റെ ഉമ്മ ചളിയില്ലാതെ പൊടിയില്ലാതെ എന്താ പറയുക, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴൻ്റെ ഇങ്ങനെ കൂരിച്ചൊരിയ
എന്നിട്ടോ കാർപ്പറ്റ് പോലത്തെ ഒരു സാധനമാണ് വിരിച്ച് അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് ചളിയായിട്ട് ഇങ്ങനെ അലിഞ്ഞിങ്ങനെ ഇങ്ങനെ കാലുമ്മലും എൻ്റെ പൊന്നോ എൻ്റെ ഉമ്മം ബാപ്പയിൽ നിന്നൊരവസ്ഥ പടച്ചോനെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ നല്ല വീടാട്ടോ, നന്നാക്കി എടുത്താൽ നല്ല വീടാണ്. ഞാൻ ഈ മുടക്കിയ പൈസൻ്റെ പകുതി പൈസ ഞാൻ ആ വീടിന് വേണ്ടി മുടക്കിയിട്ടുണ്ടായെങ്കിൽ നല്ല വീട് തന്നെ അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതല്ല, അവരുടെ രണ്ടാളുടെ ആഗ്രഹവും പുതിയൊരു വീട്ടിൽ താമസിക്കണം, റിനോവേറ്റ് ചെയ്ത വീട്ടിലല്ല, പുതിയൊരു വീട്ടിൽ അവർക്ക് താമസിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ ഒരു വീട് സ്വപ്നം സാധിപ്പിച്ചു കൊടുത്തത്. ഇന്നലത്തേക്കൊരു വർഷം തികഞ്ഞു. അപ്പം ഞാൻ കണ്ണനോടല്ലാതെ ആരോടാണ് മക്കളെ നന്ദി പറയാ? ഹരേ കൃഷ്ണ, നിന്നോടെ എനിക്ക് പറയാനുള്ളൂ നന്ദി. പക്ഷെ അത് നേരിട്ട് ഗുരുവായൂർ പോയിട്ട് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൂട്ടിൽ ലീക്കായതുകൊണ്ട് എനിക്കത് പോകാൻ പറ്റുന്നില്ല. പക്ഷെ അത് നിങ്ങളോടുകൂടി ആ സന്തോഷം ഒന്ന് അറിയിക്കണമല്ലോ. എന്ത് തന്നെ ആയാലും പീരീഡ്സ് നിന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ മുമ്പ് പോയിട്ട് നന്ദി തന്നെ പറയും. ഗുരുവായൂരപ്പൻ കൂടെ ഇല്ലേ, പിന്നെ എന്തിനു ഞാൻ ഭയക്കുന്നത്? അപ്പം അങ്ങനെയാണ്. അപ്പം ഏതായാലും എൻ്റെ സ്വപ്ന ഭവനം പൂർത്തീകരിച്ച് അതിൽ മാതാപിതാക്കൾ താമസം മാറിയിട്ട് ഒരു വർഷമായി. ഇത്ര പെട്ടെന്നാലേ. ഉമ്മാനോട് ഞാൻ ചോദിച്ചു, ഉമ്മ ഇപ്പം അടുക്കളയിൽ വെള്ളം പിന്നെ ഓട് പൊട്ടിയിട്ട് വെള്ളം ചോരുന്നുണ്ടോ? ഇല്ല. കാർപ്പറ്റിങ്ങനെ ചളി ഇങ്ങനെ മേലോട്ട് വരുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇല്ല. എടോ, എനിക്ക് പിന്നെ എന്ത് വേണം? സ്വന്തം മാതാപിതാക്കളുടെ സന്തോഷത്തിലുപരി എനിക്ക് എന്ത് വേണം? അവരുടെ ആ പുഞ്ചിരി, അവർ സേഫാണ് എന്നുള്ളത്, അത് മതിയടോ. എനിക്ക് പ്രൗഡ് തോന്നുന്നുണ്ട് എനിക്ക് എന്നോട് തന്നെ. ഏതായാലും ഒരു വർഷമായി എൻ്റെ മാതാപിതാക്കൾ ആ ഒരു കുഞ്ഞു വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. അതൊന്ന് ഉഷാറാക്കി കഴിക്കണം മനു, അറ്റ്ലീസ്റ്റ് ഒരു പാസെങ്കിലും നമുക്ക് വെച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വാഹനം ഓടിച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. എന്തായാലും ഒരു ദിവസം ഞങ്ങൾ അവിടെ ആഘോഷിക്കും. അതേപോലെ ഗുരുവായൂർ തന്നെ പോയിട്ട് ഗുരുവായൂരപ്പനോട് നന്ദി ഞാൻ പറയും. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കണ്ണൻ എനിക്കൊരു വീട് തന്നിട്ട് ഒരു വർഷമായി ഗൈസ്. കണ്ണനുള്ളതാട്ടോ. ഓക്കെ, ടാറ്റാ.